ഈസ് യുവർ നെയിം? ജാസ്മിൻ. ഹാ ജാസ്മിൻ, ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ അതെ, ചോദിക്കൂ. എന്തായാലും ഫസ്റ്റ് ഞാൻ തന്നെ ചോദിക്കാം. മോളെന്താ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള റീസൺ? ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുത്തേ. അല്ല, ഈ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടിയാണത്രേ മത്സരത്തിൽ പങ്കെടുത്തത്. അതെ അതെ, ഇതിന് പകരം തനിക്ക് ജയിക്കാൻ വേണ്ടിയാണ് പങ്കെടുത്തെന്ന് പറയുകയാണെങ്കിൽ കോച്ചിന് കുഴപ്പമില്ലായിരുന്നു. ഒരാളോടുള്ള പ്രതികാരം വീട്ടാനാണ് ഈ കുട്ടി പങ്കെടുക്കുന്നേ. അതെ അതെ, എന്തായാലും -5 പോയിന്റ് കിട്ടോ. ഓക്കെ മോളു. എന്തിനാ എന്നെ മോളു വിളിക്കണേ? എന്നെ മോളു വിളിക്കാനുള്ള അധികാരം എന്റെ മമ്മിക്ക് മാത്രമാണ്, അല്ലാതെ ഇന്ന് വന്ന ജഡ്ജസിനല്ല. സോ എന്നെ ജാസ്മിൻ എന്നോ അല്ലെങ്കിൽ ജാസു എന്നോ വിളിച്ചാ മതി. ഓക്കെ എന്നാ പിന്നെ ജാസു. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ജാസ്മിൻ, ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാത്ത കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവർക്ക് പോയി അല്ലാതെന്ത് പറയാനാ? അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇച്ചിരി പണം പത്രസൊക്കെ വേണേ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനും എന്നിട്ട് ഏറ്റുമുട്ടാനും. സോ അത് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല. അല്ല, ഈ കൊച്ചെന്നെ ഇങ്ങനെ സംസാരിക്കണേ? അറിയൂല. എന്തായാലും -5 പോയിന്റ് ഇടാനല്ലേ? ഇട്ടോളാം. അല്ല ജാസ്മിൻ, എല്ലാവരും എടുത്തുള്ള ഡ്രസ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. നീ എന്താ ഇത്ര മോഡേൺ ആയിട്ടുള്ള ഡ്രസ് ഇട്ടിട്ടുള്ളത്? സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്താ? താങ്ക് യു. ഇത് ചേച്ചിന് ഒരുപാട് താങ്ക്സ്. ബിക്കോസ് ഞാന് ഭയങ്കരമായിട്ടുള്ള റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലത്തെ മോഡേൺ ഡ്രസ് വാങ്ങാൻ ഒരുപാട് പൈസ ഉണ്ട്. മറ്റുള്ളവർക്ക് അത് മേടിക്കാനുള്ള പൈസ ഇല്ല. അതുകൊണ്ട് ഒരു സിമ്പിൾ ഡ്രസ് ഇട്ടു. ഞാൻ മോഡേൺ ആയിട്ട് ഡ്രസ് ഇട്ടു, അത്രേ ഉള്ളൂ. -5 പോയിന്റ് ഇടാം. അതെ, ഇട്ടോളൂ. ഇങ്ങനെ പോവണെങ്കിലേ കുട്ടിക്ക് ഒരു പോയിന്റ് പോലും ഇടൂല. ശരി മതി. ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞങ്ങൾക്ക് മതിയായി. അതെന്ത് പറ്റി? നല്ല വാല്യുബിൾ ആയിട്ടുള്ള ആൻസർ ആണല്ലേ നിങ്ങൾക്ക് എന്നിൽ നിന്ന് കിട്ടിയത്. ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? അതാ ഞാനും ചിന്തിക്കണേ. താങ്ക് യു. പക്ഷേ നിങ്ങളുടെ മുഖത്തെന്താ ഒരു ഹാപ്പിനെസ് ഇല്ലാത്തേ? ഓഹോ, അഭിനയാണല്ലേ, ആക്ടിങ്. ശരിയെന്നാ, ബൈ. ശ്വേത മാം, ആ കുട്ടിക്ക് ഒട്ടും മാർക്കില്ലാട്ടോ. അതൊന്നും കുഴപ്പമില്ലടോ. ഒരു 5 മാർക്കെങ്കിലും ഇട്ട് കൊടുക്ക. അത് നമ്മൾ ഇട്ട് കൊടുക്കണല്ലോ. കാരണം അവർ ധരിച്ചിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ. ഓക്കെ ശ്വേത മാം. ഇതുവരെ സ്റ്റേജില് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അല്ല, ഈ സാർ എവിടെ പോയിരിക്കാ? കൊറേ നേരം അവിടെ വിളിക്കണോ? സാറിനെ വിളിക്കത്തേ ഉള്ളൂ, ഓളൊന്നും വരൂലല്ലോ. ബിക്കോസ് അവളെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ നമ്മൾ പൂട്ടിയിട്ടിട്ടില്ലേ. അങ്ങോട്ടൊന്ന് നോക്ക്. ഇവള് ഇത്രയും ഭംഗിയുണ്ടായിരുന്നാ? എന്താണ് മച്ചൻ നിനക്ക് പറ്റിയേ? രാവിലെ ഫുഡ് ഒന്നും കഴിച്ചില്ലേ? ഇത് ഫുഡ് കഴിക്കാത്ത പ്രശ്നമല്ല. അല്ല ജാസു, സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം. നിന്റെ അമ്മനെ അച്ഛനും ചോദിച്ചില്ല. ഓക്കെ, മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പൂട്ടിട്ടു. പിന്നെ അവിടെ അവൻ ഇത്ര നല്ല രീതിയിൽ ഒരുങ്ങി സ്റ്റേജിലെത്തിയത്. നിന്നെ പോലെ തന്നെയല്ല ഞാനിത് ഇപ്പോഴല്ല അറിഞ്ഞേ. നീ എന്നെ പറ്റിച്ചു. എന്ത് കുന്തം? ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതെന്താന്ന് വെച്ചാല് ഈ സ്കൂളിൽ പോയിക്കോ, അല്ലാതെ വേറെ വഴിയില്ല. So beautiful. ഹലോ, നമസ്കാരം. മോളെ പേരെന്താ? എന്റെ പേര് സാറ. വാവ്, നല്ല പേര്. മോളെന്തിനാ ഈ ബ്യൂട്ടി കോമ്പറ്റീഷന് പങ്കെടുക്കാനുള്ള റീസൺ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ തന്നിട്ടുള്ള ഒരു അടിപൊളി കോമ്പറ്റീഷൻ ആണിത്. സോ ഇതൊക്കെ അവർ നമുക്ക് തരുന്നതെന്ന് വെച്ചാല് നമ്മുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും മേ ബി നമുക്ക് ഇതിലാണ് കഴിവുണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുമാണ്. സോ നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി കഴിയുന്നതും പ്രയോഗിക്കുക എന്നാണ് ലക്ഷ്യം. ഇങ്ങനെ ഓരോ അവസരം തരുമ്പോഴും അത് പ്രയോഗിക്കാതിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും
ജയിക്കുക നോക്കുകയല്ലേ വേണ്ടേ, അതിൽ പങ്കെടുക്കാണ് വേണ്ടേ. ഈ കുട്ടി കൊള്ളാന്ന് തോന്നണേ, നല്ല അടിപൊളി ആൻസർ. ഇത്രയും കുട്ടികളില് നല്ലൊരു ആൻസർ ഇവരുടെ വായിൽ നിന്ന് കേട്ടെ. അതെ അതെ, അടിപൊളി ആൻസർ. ശ്വേതാ മാം എങ്ങനെയുണ്ട്? എന്റെ പൊന്നി, നല്ല ആൻസർ ആയിരുന്നു കുട്ടി പറഞ്ഞേ. അതെ അതെ. ഹായ് ഹായ് മാം. അല്ല മോൾ എന്തിനാ ഈ ട്രഡീഷണൽ ഡ്രസ് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം? അത് പിന്നെ എനിക്ക് ഇതിനോടാണ് കുറച്ചും കൂടി താല്പര്യം. അതുപോലെ തന്നെ നമ്മളൊക്കെ മലയാളികളല്ലേ, മലയാളികൾ എത്ര മോഡേൺ ഡ്രസ് ഇട്ടാലും മറ്റു കൺട്രീസിന് പോലെ ആവുന്നതല്ല. മലയാളികൾക്ക് പറ്റിയത് ഈ ട്രഡീഷണൽ തന്നെയാണ്. സോ അതുകൊണ്ട് ഞാനിത് സെലക്ട് ചെയ്തേ. 2 ക്വസ്റ്റ്യൻ കൂടി 10 മാർക്കല്ലേ, ഒരു 15 മാർക്ക് ഇട്ടേക്ക്. ഞാനും അതാ ചിന്തിക്കണേ. കുറച്ച് പേരൊക്കെ നമ്മളെ ഈ ബ്യൂട്ടി കോമ്പറ്റീഷനിൽ പങ്കെടുത്തുള്ളൂ. അപ്പോ അതിൽ പങ്കെടുത്ത ഒരാളാണ് നീ. മറ്റുള്ളവരെ കുറിച്ചിട്ട് നിനക്ക് എന്താ പറയാനുള്ളത്? അവരെ കുറിച്ച് പറയണെങ്കിൽ മേ ബി ചിലപ്പോ ചില സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അവര് പങ്കെടുക്കാത്തത്. മേ ബി പൈസ ഇല്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി മടിയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ സമ്മതിക്കാത്തവരായിരിക്കും. ഞാന് ഇതിൽ ഏതിൽ പെട്ടതാന്ന് ചോദിക്കുകയാണെങ്കിൽ പൈസ ഇല്ലാത്തതിലേ ഞാൻ പറയുള്ളൂ. പക്ഷേ എന്റെ ഫ്രണ്ട് ഫിദ ഓളിനെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. എല്ലാ ചിലവും ഓളെടുത്തുക്കണേ. ഓൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമില്ലെങ്കിൽ പോലും പങ്കെടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പങ്കെടുക്കാത്തവരെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അവൾക്കൊരു കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വെരി ഗുഡ് സാറ. ഞങ്ങൾക്കും പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഓരോ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അധ്യാപകർക്കും നല്ലൊരു ഇൻഫോർമേഷൻ ആണ് നീ കൊടുത്തിട്ടുള്ളത്. താങ്ക് യു. വെൽക്കം വെൽക്കം. അപ്പൊ ശ്വേതോ മാം, വിന്നറെ നമുക്ക് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം പ്രഖ്യാപിക്കല്ലേ? ബട്ട് ഒരു 5 മിനിറ്റ്സ് എനിക്ക് പറ്റില്ല, ഒരു 15 മിനിറ്റ്സ് എനിക്ക് തരണം. ശ്വേതോ മാം, അതെന്ന് അങ്ങനെ പറയുന്നേ? ബിക്കോസ് എനിക്ക് എന്റെ സാരി ഒന്ന് ചേഞ്ച് ചെയ്യണം. അതെന്ത് പറ്റി? എല്ലാവരും കരുതട്ടെ, എന്റെ അടുത്ത് ഒരുപാട് സാരി ഉണ്ട്. ഇതാ മറ്റേ പെണ്ണില്ലേ ജാസ്മിന്, പന്നാരെ വന്നീനു, ഓളെ വാക്കിയെന്നാ തോന്നണേ. അതെ അതെ. ഹായ് പ്രിൻസിപ്പൽ മാം. ഹായ് ഹായ്. അതല്ല, വിന്നർ ആരാണെന്ന് പറയോ? സോറി മാഡം, ഞങ്ങൾക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അനൗൺസ് ചെയ്യുമ്പോ കേട്ടാ പോരെ. അതുകൊണ്ടല്ല, സാറയാണോ വിന്നർ? അതൊക്കെ അനൗൺസ് ചെയ്യുമ്പോ കേട്ടാ മതി. സാറേ എന്ന് വിന്നർ ആക്കണ്ട കേട്ടോ. ആള് സ്റ്റേജിൽ പറയുന്ന പോലെ ഒന്നല്ല, ഒട്ടും വിവരമില്ല വിദ്യാഭ്യാസമില്ല, ആരെ കണ്ടാലും പുച്ഛം മാത്രം. സോ അവളൊന്ന് വിജയിപ്പിക്കില്ലേട്ടോ, വൻ നഷ്ടായിരിക്കും. പിന്നെന്തിനാ ജഡ്ജസ് ആയിട്ട് ഞങ്ങളെ നിർത്തിയിരിക്കുന്നേ? അതൊക്കെ ഒരു ജസ്റ്റ് രസം. പിന്നെ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നിയത് സാറയുടെ മുന്നേ വന്നില്ലേ ഒരു പെൺകുട്ടി, മനസ്സിലായി, ജാസ്മിൻ. ഓളെ ജയിപ്പിക്കാൻ നോക്ക്, ഓള് നല്ലോണം പെർഫോം ചെയ്തല്ലോ. പെർഫോം ഒക്കെ ചെയ്തു, ഞങ്ങൾ കണ്ടതാ മാഡം. മാഡം പറയുന്നതെന്ന് തോന്നരുത്. ഇങ്ങനെ ഒരാളുടെ ഭാഗത്ത് മാത്രം നിന്നുകൊണ്ട് സംസാരിക്കുന്നവരുടെ വാഗ്ദാനങ്ങളൊന്നും ഞാൻ കേൾക്കാൻ നേരമില്ല. സോ നിങ്ങൾക്ക് തരുന്ന റെസ്പെക്ട് നിങ്ങൾ കളയരുത്. അല്ല ശ്വേത, എന്തിനാ ഇങ്ങനെ സംസാരിക്കണേ? ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞേന്നുള്ളൂ. ആദ്യം മതി നിങ്ങളുടെ ഒരു ഒപ്പീനിയന്. പോവാൻ നോക്ക്. ഒരു കാരണവശാലും പ്രിൻസിപ്പൽ മാഡം പറഞ്ഞ പോലെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എവിടെയാണോ നല്ല തോന്നിയിട്ടുള്ളത് അവിടെ വേണം നിങ്ങൾ നിൽക്കാനായിട്ട്. ഓക്കെ ഓക്കെ ശ്വേത മാം.